Let G be a non-abelian group. Let alpha belongs to G have order 4 and beta belongs to G have order 3. Then the order of the element alpha beta in G is 6, is 12, is of the form 12k for k greater than or equal to 2, need not be finite. മൂന്ന് ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത്. ആൽഫ ഇൻറ്റു ബീറ്റ എന്നുള്ള എലമെന്റിന്റെ ഓർഡർ എങ്ങനെ വരും എന്നുള്ളത്, അതേപോലെ ജി എന്നുള്ള കണ്ടീഷൻ തന്നിട്ടുണ്ട്, വിച്ച് ഈസ് എ നോൺ അബിലിയൻ ഗ്രൂപ്പ്. ഗ്രൂപ്പ് നോൺ അബിലിയൻ ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു എക്സാമ്പിൾ ആൻസർ ചെയ്യാൻ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള നോൺ അബിലിയൻ ഗ്രൂപ്പ്സിനെ പറ്റിയിട്ടാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതിലൊരു നോളജ് വേണ്ടത്. അതില് ഒന്നിക്കലോ എസ് എന്നിന്റെ കേസ് എടുക്കാം. എസ് എൻ എന്ന് പറഞ്ഞാൽ പെർമ്യൂട്ടേഷൻ ഗ്രൂപ്പ് ഓൺ എൻ സിമ്പിൾസ്. പെർമ്യൂട്ടേഷൻസ് ജി കോമ്പോസിറ്റ് എഫ്, ജനറലി എഫ് കോമ്പോസിറ്റ് ജീന് എല്ലായ്പ്പോഴും ഈക്വൽ ആവണം എന്നില്ല. ദെർഫോർ എല്ലാ എലമെന്റ്സും കമ്മ്യൂട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് എസ് എൻ എന്നുള്ള ഗ്രൂപ്പ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഓപ്ഷൻസ്, ഈ ഒരു എലമെന്റ്സിന്റെ ഓർഡർ 3ഉം 4ഉം വരുന്ന രൂപത്തിൽ നമുക്ക് കൺസിഡർ ചെയ്തിട്ട് കൺസ്ട്രക്ട് ചെയ്യാം. അതേപോലെ മറ്റൊരു ഫെമിലിയർ ആയിട്ടുള്ള നമുക്കറിയാവുന്ന നോൺ അബിലിയൻ ഗ്രൂപ്പാണ് GLNR, ജനറൽ ലീനിയർ ഗ്രൂപ്പ് ഓഫ് n/n മെട്രിസസ് ഓവർ റിയൽ എൻട്രീസ്. റിയൽ ആവണമെന്നില്ല, ഏത് ഫീൽഡ് ആയാലും മതി. അതിൽ GLNR സിംഗുലർ മെട്രിസസ് അണ്ടർ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനിൽ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യും. ആ ഗ്രൂപ്പിനെയാണ് GLNR. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് അല്ലാത്തത് കൊണ്ട് ഈ ഒരു എക്സാമ്പിളിൽ നിന്നും ട്രയൽ ആൻഡ് എറർ വഴി നമുക്ക് ഇതിൽ എക്സാമ്പിൾസ് കൺസ്ട്രക്ട് ചെയ്യാം. പിന്നീട് നമുക്ക് അറിയാവുന്ന മറ്റു നോൺ അബിലിയൻ ഗ്രൂപ്പാണ് DN, ദ സെറ്റ് ഓഫ് ഓൾ സിമെട്രീസ് ഓഫ് എ റെഗുലർ എൻ ഗൺ. ഒരു റെഗുലർ എൻ ഗണ്ണിന്റെ സിമെട്രീസ്, അതായത് റിഫ്ലക്ഷനും റൊട്ടേഷൻസും വരുന്നതാണ്. അതിൽ ഈ എക്സാമ്പിൾ ഒന്നും നമ്മളിപ്പോഴും ഡിസ്കസ് ചെയ്തിട്ടില്ല. SN എന്താണെന്നുള്ളതും DN എന്താണെന്നുള്ളതൊന്നും നമ്മളിപ്പോഴും ഡിസ്കസ് ചെയ്തിട്ടില്ല. അത് നമുക്ക് ലേറ്റർ ആയിട്ട് ഗ്രൂപ്പ്സിന്റെ ഫണ്ടമെന്റൽസ് കോൺസെപ്റ്റുകൾ മൊത്തം കഴിഞ്ഞ ശേഷം നമ്മൾ ആ എക്സാമ്പിളിലൊക്കെ വരിക. കാരണം ആ എക്സാമ്പിളിലൊക്കെ നമ്മൾ ഇനി പറയാൻ പോകുന്ന പല കോൺസെപ്റ്റുകളുണ്ട്. ഹോമോമോർഫിസം, ഐസോമോർഫിസം, നോർമൽ സബ് ഗ്രൂപ്പ്, നോർമൽ ഗ്രൂപ്പ്, കോൺജുഗേറ്റ്, അതേപോലെ പല പല ഡെഫിനിഷൻസ് വരുന്നുണ്ട്. അപ്പൊ ആ ഡെഫിനിഷൻസും ഗ്രൂപ്പ് തിയറിയുടെ ബേസിക് ആയിട്ടുള്ള എല്ലാ കോൺസെപ്റ്റുകളും ശേഷം നമുക്ക് ഈ ഒരു എക്സാമ്പിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള മെച്ചം എന്താന്ന് വെച്ചാൽ ആ സമയത്ത് നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രോപ്പർട്ടീസും, നമ്മൾ ഓൾറെഡി കോൺസെപ്റ്റുകൾ ഡിസ്കസ് ചെയ്ത എല്ലാ പ്രോപ്പർട്ടീസും ആ പെർട്ടിക്കുലർ ഗ്രൂപ്പിനോട് സ്ട്രക്ചർ ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് പറയാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ SN എന്നുള്ള ഗ്രൂപ്പ്, അതേപോലെ DN എന്നുള്ള ഗ്രൂപ്പ് ഒന്നും ഇപ്പോൾ നമ്മൾ മെൻഷൻ ചെയ്യാത്തത്. നമുക്ക് പെർട്ടിക്കുലർ ആയിട്ട് ഏതെങ്കിലും ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ആ സമയത്ത് ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഓറിയന്റേഷൻ ആയിട്ട് നമുക്ക് ആ സമയത്ത് മെൻഷൻ ചെയ്യാം. ഇവിടെ നമുക്ക് ആവശ്യം അപർണ പറഞ്ഞതുപോലെ തന്നെ GLNR എന്നുള്ള ഗ്രൂപ്പിൽ നിന്ന് 2 മാട്രിസസ് എടുക്കുക. അതിൽ ക്ലിയർ ആയിട്ട് റാൻഡം എറർ ഉണ്ടാക്കുമ്പോൾ n/n മെട്രിക്സ് ഉണ്ടാക്കുന്നതിന് പകരം 2/2 മെട്രിക്സ് ഉണ്ടാക്കിയാൽ മതി. അപ്പൊ GL2R കൺസിഡർ ചെയ്യാം. സെറ്റ് ഓഫ് ഓൾ 2/2 മാട്രിസസ് അണ്ടർ matrix multiplication. Set of all 2/2 non-singular matrices under matrix multiplication will form a group. ആ ഗ്രൂപ്പിൽ ഒരു എലമെന്റിന്റെ ഓർഡർ 4ഉം ഒരു എലമെന്റിന്റെ ഓർഡർ 3ഉം ആവുന്ന രൂപത്തിൽ 2 എലമെന്റ്സ് ചൂസ് ചെയ്യാം. ആ 2 എലമെന്റ്സ് ചൂസ് ചെയ്തതിന് ശേഷം മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പൊ ആൽഫ ബീറ്റ എന്ന് പറഞ്ഞാൽ അവിടെ ഓപ്പറേഷൻ വരും മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ആ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിട്ടുന്ന മാട്രിക്സിന്റെ ഓർഡർ എന്താണെന്ന് നോക്കുക. ഫൈനൈറ്റ് ആണോ, അതായത് 6, 12, 12k എന്നുള്ള ഫോർമാറ്റിൽ കിട്ടുന്നുണ്ടോ നോക്കുക. ഇങ്ങനെ ഒന്നും കിട്ടുന്നില്ലെങ്കിൽ ഫൈനൈറ്റ് അല്ലാന്ന് കൺക്ലൂഡ് ചെയ്യാം. ഇനി ഫൈനൈറ്റ് അല്ലാന്ന് കിട്ടിയാൽ ആ ഒരു ആൻസറും അതിന് കൺക്ലൂഡ് ചെയ്യാം. സോ നമ്മൾ GLNR എന്നാണ് പറയുന്നത്. കൺസിഡർ ദ ഗ്രൂപ്പ് GL2R. GL2R എന്നുള്ള ഗ്രൂപ്പ് കൺസിഡർ ചെയ്തു. ഈസ് ദ സെറ്റ് ഓൾ 2/2 മാട്രിസസ്, വെറും മാട്രിസസ് അല്ല, സെറ്റ് ഓഫ് ഓൾ 2/2 നോൺ സിംഗുലർ മാട്രിസസ് അണ്ടർ
മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ GL2R എന്നുള്ള ഗ്രൂപ്പ് കൺസിഡർ ചെയ്തു. ഇനി നമുക്ക് ഒരാളെ ചൂസ് ചെയ്യണം. A belongs to GL2R such that order of A എത്രയായിരുന്നു? 4ഉം 3ഉം അല്ലേ? Order of A 4 and B belongs to GL2R such that order of B equal to 3. രണ്ടാൾക്കാരെ ചൂസ് ചെയ്യണം. ഓർഡർ ഓഫ് എ 4 ആകുന്ന രൂപത്തിലും ഓർഡർ ഓഫ് ബി 3 ആകുന്ന രൂപത്തിലും. അത്തരത്തിലുള്ള രണ്ടാളെ ആ മെട്രിക്സിന്റെ കളക്ഷൻസ് ഇങ്ങോട്ട് എടുക്കുക. അപ്പോൾ എൻട്രീസ് 0സും 1സും -1ഉം 2സും ഒക്കെ വരുന്ന രൂപത്തിൽ ചൂസ് ചെയ്താൽ മതി. അതിൽ ഞാൻ രണ്ടാളുകളെ ഞാൻ എഴുതുന്നുണ്ട്. എങ്ങനെ എഴുതിയെന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. 0 1 -1 0 ആയിട്ടും ബി ആയിട്ട് -1 1 -1 0യും ചൂസ് ചെയ്തു. ദെൻ വാട്ട് അബൌട്ട് ഓർഡർ ഓഫ് എ? ഓർഡർ ഓഫ് എ എന്താ വരിക? ഓർഡർ ഓഫ് എ എന്ന് പറഞ്ഞാൽ എ റൈസ് ടു ഏത് പവറിലാണ് ഐ കിട്ടുന്നതെന്നാണ് നോക്കേണ്ടത്. ഓർഡർ ഓഫ് എ ഈക്വൽ ടു എ സ്ക്വയർ ചെയ്യുന്ന സമയത്ത് എന്താ വരിക? എ സ്ക്വയർ ചെയ്യുന്ന സമയത്ത് 0 1 -1 0 ഇൻറ്റു 0 1 -1 0. Therefore that is equal to ഫസ്റ്റ് റോയില് ഫസ്റ്റ് കോളം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും 0 ഇൻറ്റു 0 പ്ലസ് 1 അല്ലേ? -1 ഇൻറ്റു 0 0 ഇൻറ്റു -1 -1 ആണോ? -1 ആണോ വരിക? 0 അല്ലേ വരിക? 0 ലാസ്റ്റ് എൻട്രി -1. ഓക്കെ, അപ്പൊ എ സ്ക്വയർ നമുക്ക് കിട്ടിയത് ഇയാളാണ്. ഇതിന്റെ സ്ക്വയർ ചെയ്യുന്ന സമയത്ത് എന്താ വരിക? ഈ മെട്രിക്സിന്റെ സ്ക്വയർ ഐഡന്റിറ്റി കിട്ടും. Therefore a power 4 is equal to I. That means order of A equal to എന്താ 4 ആണെന്ന് എഴുതാം. അതേപോലെ ബിന്റെ പവേഴ്സ് കമ്പ്യൂട്ട് ചെയ്യുക. വാട്ട് അബൌട്ട് ബി സ്ക്വയർ? എ പവർ 4 ഈക്വൽ ടു I ആണ്. Therefore order of A equal to 4. Now b square ചെയ്യാൻ -1 1 -1 0 ഇൻറ്റു -1 1 -1 0 ഈക്വൽ ടു പ്രൊഡക്റ്റ് ചെയ്താൽ ഫസ്റ്റ് റോ ചെയ്യുന്ന സമയത്ത് -1 ഇൻറ്റു -1 1ഉം -1ഉം 0 വരും അല്ലേ? -1 ഇൻറ്റു 1 1 ഇൻറ്റു 0 -1 -1 ഇൻറ്റു 1 -1 ഇൻറ്റു 1 0 ഇൻറ്റു -1. ബി സ്ക്വയർ ഐഡന്റിറ്റി അല്ല. ഇനി ബി ക്യൂബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു ബിയും കൂടി കൊടുക്കണം. ബി ആരായിരുന്നു? -1 1 -1 0. ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് റോ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് റോയും കൂടി ചെയ്യുമ്പോൾ 0 ഇൻറ്റു -1 0 -1ഉം 1ഉം 1 വരും. അടുത്തത് 0 ഇൻറ്റു 1 0 0 വരും. -1ഉം 1ഉം -1ഉം മൾട്ടിപ്ലൈ ചെയ്താൽ 1ഉം -1 പ്ലസ് 1 ഇവിടെ 0 വരും. 1 ഇൻറ്റു 1 പ്ലസ് -1 ഇൻറ്റു 0 ഇവിടെ 0 വരും. ദാറ്റ് ഈസ് I2. ദാറ്റ് ഈസ് ദ മെട്രിക്സ് ഐഡന്റിറ്റി. അപ്പോൾ നമുക്ക് ബി ചെയ്യുമ്പോഴും ബി സ്ക്വയർ ചെയ്യുമ്പോഴും ഐഡന്റിറ്റി കിട്ടുന്നില്ല. ബി ക്യൂബ് ചെയ്യുമ്പോൾ ഐഡന്റിറ്റി കിട്ടുന്നുണ്ട്. അതേപോലെ എ പവർ 4ലാണ് ഐഡന്റിറ്റി വരുന്നത്. Therefore order of A is equal to, which implies order of A equal to 4 since A power 4 is identity, and order of B equal to 3 since
ബി ക്യൂബ് ഈക്വൽ ടു ഐഡന്റിറ്റി. നമ്മൾ എ ആയിട്ട് ചൂസ് ചെയ്തത് 0 1 -1 0, ബി ആയിട്ട് ചൂസ് ചെയ്തത് -1 1 -1 0. Now what about the product AB? AB ചെയ്യുന്ന സമയത്ത് എന്ത് വരും? AB എന്നുള്ള പ്രൊഡക്റ്റിന്റെ ഓർഡർ. അപ്പൊ നമുക്ക് രണ്ട് എലമെന്റ്സ് ചൂസ് ചെയ്തു. ഓർഡർ ഓഫ് എ 4 ആകുന്ന സമയത്ത് ഒരു എയും ഓർഡർ ഓഫ് ബി 3 ആവുന്ന രൂപത്തിൽ ഒരു ബിയും ചൂസ് ചെയ്തു. നൗ വി ഹാവ് ടു ഇവാലുവേറ്റ് ദ പ്രൊഡക്റ്റ് എ ബി. ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളും കൂടി പ്രൊഡക്റ്റ് ചെയ്താൽ -1, ഫസ്റ്റ് റോയും സെക്കൻഡ് കോളും കൂടി പ്രൊഡക്റ്റ് ചെയ്യുന്ന സമയത്ത് 0 -1 into 1 -1 into -1. ഇതന്നല്ലേ വരെ എ ബി എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഓർഡർ ഓഫ് എ ബി എന്താണെന്നാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. ഓർഡർ ഓഫ് എ ബി ഇവാലുവേറ്റ് ചെയ്യാൻ എ ബിയുടെ പ്രൊഡക്റ്റുകൾ ഇവാലുവേറ്റ് ചെയ്യാം. എ ബി ദ സ്ക്വയർ നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുള്ളത് 1 6 ആണെന്നുള്ളത്, 2 12 ആണെന്നുള്ളത്, മൂന്നാമത്തത് ഈസ് ഓഫ് ദ ഫോം 12k ഫോർ k ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ളത്, അടുത്തത് നീഡ് നോട്ട് ബി ഫൈനൈറ്റ് എന്നുള്ളത്. അതിൽ നമുക്ക് എ ബി അതേപോലെ എ ബി ദ സ്ക്വയർ എ ബി ദ ക്യൂബ് ഇത് ചെയ്യുമ്പോൾ തന്നെ എ ബിയുടെ ഒരു ജനറൽ ഫോർമാറ്റ് കിട്ടും. അതിൽ എ ബി ക്യൂബ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക ഇവിടെ ഉള്ള എൻട്രി ആയിട്ട് ഈ 0ന്റെ സ്ഥാനത്തുള്ള എൻട്രി ആയിട്ട് കിട്ടൽ -n എന്നുള്ള എൻട്രി ആണ് വരിക. സോറി, -3 എന്നുള്ള എൻട്രി. ബാക്കിയുള്ളിടത്ത് അതിനനുസരിച്ചിട്ടുള്ള ഒരു എൻട്രീസും വരും. അപ്പോൾ എ ബി ക്യൂബ് ചെയ്യുമ്പോഴേക്കന്നെ നമുക്ക് ഇതിന്റെ എ ബി പവർ എന്നിന്റെ ഒരു ജനറൽ ടേം കിട്ടും. അതിൽ ഈ -3 എന്ന് എഴുതിയ സ്ഥലത്ത് -n എന്നുള്ള എൻട്രി എ ബി ദ ഹോൾ പവർ n ഈസ് ഈക്വൽ ടു ചെയ്യുന്ന സമയത്ത് ഇവിടെ ഉള്ള പൊസിഷനിൽ -n എന്നുള്ള എൻട്രി വരും. ആ എൻട്രി വന്നാൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം പിന്നീട് ഒരിക്കലും ഐഡന്റിറ്റിയിലേക്ക് നമുക്ക് റെഡ്യൂസ് ചെയ്ത് വരാൻ പറ്റില്ല. ഏത് പവർ എടുക്കുമ്പോഴും -nന്റെ ഇൻക്രീസിംഗിലാണ്, നമ്പർ ഇൻക്രീസിംഗിലാണ് പോവുക. സോ എ ബി ദ ഹോൾ പവർ എ ബി എന്നുള്ള പവർ എന്നിൽ നമുക്ക് ഒരു ഐ കിട്ടും. there does not exist an n which is finite such that ab the whole power n is equal to I. അങ്ങനെ ഒരു n എക്സിസ്റ്റ് ചെയ്യൂല. therefore we can conclude that the order of ab is infinite. okay, so order of a equal to 4 എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? a power 4 is equal to I ആവണം അല്ലേ? എ പവർ 4 ഈസ് ഈക്വൽ ടു ഐ ആവണം. അതല്ലാതെ അതിനേക്കാൾ ചെറിയ പവറിലൊന്നും എന്ത് വരാനും പാടില്ല? ഐ വരാൻ പാടില്ല. അതായത് സ്മോളസ്റ്റ് പോസിറ്റീവ് ഇന്റിജർ സച്ച് ദാറ്റ് എ റൈസ് ടു n ഈസ് ഈക്വൽ ടു ഐ ആവുന്ന നമ്മൾ ഓർഡർ എന്ന് പറയുന്നത്. സോ എ പവർ 4 ഐ ആയിരിക്കണം, എ ഐ ആവരുത്, എ സ്ക്വയർ ഐ ആവരുത്, എ ക്യൂബ് ഐ ആവരുത്, എ പവർ 4 ഐ ആവും വേണം. എ സ്ക്വയർ നോട്ട് ഈക്വൽ ടു ഐ, എ എ നോട്ട് ഈക്വൽ ടു ഐ, എ പവർ 4 ഈസ് ഈക്വൽ ടു ഐ. ഇനി നമ്മൾ ഈ എ പവർ 4 ഈസ് ഈക്വൽ ടു ഐ എന്നുള്ളതിനെ ഒരു ഇക്വേഷൻ ഫോമിലേക്ക് ട്രീറ്റ് ചെയ്യണം. ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് എക്സ് പവർ 4 ഈസ് ഈക്വൽ ടു 1. ഐ എന്നുള്ളത് കോൺസ്റ്റന്റ് മെട്രിക്സ് ആണ്, ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. അതിനെ 1 എന്നുള്ള യൂണിറ്റ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്തു. ഇക്വേഷൻ എക്സ് പവർ 4 ഈസ് ഈക്വൽ ടു 1 എന്ന് എഴുതി. ദിസ് വിൽ ഇംപ്ലൈസ് എക്സ് പവർ 4 മൈനസ് 1 ഈക്വൽ ടു 0 എന്ന് എഴുതാം. ദാറ്റ് വിൽ ഇംപ്ലൈസ് എക്സ് പവർ 4 നമ്മൾ എക്സ് സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതിയാൽ എക്സ് സ്ക്വയർ ദ ഹോൾ സ്ക്വയർ മൈനസ് 1 ടു 0, ആൻഡ് ദാറ്റ് വിൽ ഇംപ്ലൈസ് എക്സ് സ്ക്വയർ മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു 0.
എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്നുള്ള രൂപത്തിൽ എഴുതി. സോ വി ഹാവ് എക്സ് സ്ക്വയർ മൈനസ് 1 ഈക്വൽ ടു 0 ഓർ എക്സ് സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു 0. അതിൽ എക്സ് സ്ക്വയർ മൈനസ് 1 ഈക്വൽ ടു 0 ആണെന്ന് ചൂസ് ചെയ്യാം. ലെറ്റ് എക്സ് സ്ക്വയർ മൈനസ് 1 ഈക്വൽ ടു 0. എക്സ് സ്ക്വയർ മൈനസ് 1 0 ആകുന്ന സമയത്ത് നമുക്ക് അതിനെ റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് എക്സ് സ്ക്വയർ ഈക്വൽ ടു എന്ത് വരും? 1 വരും. എക്സ് സ്ക്വയർ 1 ആണ്. എക്സ് സ്ക്വയർ 1 ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാട്രിക്സ് ഇക്വേഷൻ എന്താ വരിക? നമ്മൾ മാട്രിക്സ് ഇക്വേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോളിനോമിയൽ ഇക്വേഷൻ എക്സ് പവർ 4 ഈസ് ടു 1 മതി. എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാട്രിക്സ് ഇക്വേഷൻ നമുക്ക് എന്ത് എഴുതാം? എ സ്ക്വയർ ഈക്വൽ ടു ഐ എന്ന് എഴുതാം. ഓക്കെ, പക്ഷേ എ സ്ക്വയർ എന്താവാൻ പാടില്ല? ഐ ആവാൻ പാടില്ല. എ സ്ക്വയർ നോട്ട് ഈക്വൽ ടു ഐ എന്നുള്ളൊരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. therefore എ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഐ which is a contradiction. therefore x square minus 1 not equal to 0. x square minus 1 not equal to 0 ആണെങ്കിൽ x square plus 1 എന്താവണം? that will implies x square plus 1 must be equal to 0. x square plus 1 എന്തായാലും 0 ആവണം. ഓക്കെ, എക്സ് സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ അതിന്റെ മാട്രിക്സ് ഇക്വേഷൻ എന്താ? വിച്ച് ഇംപ്ലൈസ് എ സ്ക്വയർ ഈക്വൽ ടു എന്ത് വരും? മൈനസ് ഐ. എ സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് ഐ എന്നുള്ള മാട്രിക്സ്. ഇനി ഒരു 2/2 മാട്രിക്സ് തന്നാൽ ആ 2/2 മാട്രിക്സിന്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ കാണാനുള്ള ഇക്വേഷൻ വെച്ചിട്ടാണ് അടുത്തത് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് എ എന്നുള്ളത് ഒരു 2/2 മാട്രിക്സ് ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അതിന്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിനെ നമ്മൾ കൈ എ ഓഫ് എക്സ് എന്ന് ഡിനോട്ട് ചെയ്യും. ദാറ്റ് ഈസ് ഈക്വൽ ടു കൈ എ ഓഫ് എക്സ് എക്സ് സ്ക്വയർ മൈനസ് ട്രേസ് ഓഫ് എ ഇൻറ്റു എക്സ് പ്ലസ് ഡിറ്റർമിനന്റ് ഓഫ് എ. കറസ്പോണ്ടിങ് പോളിനോമിയൽ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആയിരിക്കും. ആ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ കാണാനുള്ള ഇക്വേഷൻ ആണ് എക്സ് സ്ക്വയർ മൈനസ് ട്രേസ് ഓഫ് എ ഇൻറ്റു എക്സ് പ്ലസ് ഡിറ്റർമിനന്റ് ഓഫ് എ. 2/2 മാട്രിക്സ് ആവുന്ന കേസിലാണ് പറയുന്നത്. അപ്പൊ ഇത് ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണ്. ഇതിനെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ട്രേസ് എന്ത് വരും? നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് 1 ആണ് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ കിട്ടിയത്. ഇത് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ആവുന്ന സമയത്ത് ട്രേസ് ഈസ് ഈക്വൽ ടു 0 ആൻഡ് ഡിറ്റർമിനന്റ് ഈസ് ഈക്വൽ ടു 1 വരും. ഓക്കെ, ഡിറ്റർമിനന്റ് 1, ട്രേസ് 0. ട്രേസ് 0 എന്ന് പറഞ്ഞാൽ ഡയഗണൽ എലമെന്റ്സിന്റെ സമ്മ്. ഡയഗണൽ എലമെന്റ്സിന്റെ സമ്മിനെയാണ് ട്രേസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ട്രേസ് 0, ഇവിടെ രണ്ടും 0 എടുത്തു. ഡിറ്റർമിനന്റ് 1, ഡിറ്റർമിനന്റ് 1 ആവണമെങ്കിൽ നമ്മൾ ഡിറ്റർമിനന്റ് പ്രൊഡക്റ്റ് ചെയ്യുന്ന സമയത്ത് ഇനി 0 ഇൻറ്റു മൈനസ് മൈനസ് എന്ന് പറഞ്ഞാണ്ട് എഴുതില്ല. അപ്പൊ ഇവിടെ ഉള്ള -1 കിട്ടിയാൽ മതി പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ. അപ്പൊ അത് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ -1 കിട്ടാൻ വേണ്ടിയിട്ട് ഒരാൾ -1ഉം ഒരാൾ 1ഉം കൊടുത്തു. ഡിറ്റർമിനന്റ് ഈസ് ഈക്വൽ ടു 1, ട്രേസ് ഈസ് ഈക്വൽ ടു 0 എന്ന രൂപത്തിലുള്ള മാട്രിക്സ് ആണ് ഇയാള്. ഇതിന്റെ സ്ക്വയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് -i കിട്ടും ചെയ്യും. അതായത് എക്സ് സ്ക്വയർ പ്ലസ് 1 ആണ് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ. ഇതിന്റെ സ്ക്വയർ ചെയ്യുന്ന സമയത്ത് -i കിട്ടും. ഇനി വേറൊരു രൂപത്തിൽ എടുക്കാം. എ സ്ക്വയർ ഈസ് ഈക്വൽ ടു -i ആവണമെങ്കിൽ എ ഇയാൾ എടുത്താൽ മതി. എ സ്ക്വയർ ഈസ് ഈക്വൽ ടു -i വരും. എ സ്ക്വയർ -i എടുത്താൽ എ പവർ 4 ഈസ് ഈക്വൽ ടു 1 വരും. സോ ഓർഡർ ഓഫ് എ ഈസ് ഈക്വൽ ടു 4 ഉള്ള ആളെ കിട്ടാൻ നമുക്ക് ബി എന്നുള്ള മാട്രിക്സിന് ഉണ്ടാക്കണം. ബി എന്നുള്ള മാട്രിക്സിന്റെ പ്രത്യേകത എന്താണ്? ഓർഡർ ഓഫ് ബി ഈക്വൽ ടു 3 ആണ്. ഓർഡർ ഓഫ് ബി ഈക്വൽ ടു 3 ആണെന്ന് പറഞ്ഞാൽ ബി ക്യൂബ് എന്തായിരിക്കും? ഐഡന്റിറ്റി വരണം. പക്ഷേ ബി എന്താവാൻ പാടില്ല? ഐ ആവാൻ പാടില്ല. ബി സ്ക്വയറും ഐ ആവാൻ പാടില്ല. ഇനി ബി ക്യൂബ് ഈക്വൽ ടു ഐ ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാട്രിക്സ് ഇക്വേഷൻ എന്താ വരിക? എക്സ് ക്യൂബ് ഈക്വൽ ടു 1 എന്ന് എഴുതാം. ഓക്കെ, എക്സ് ക്യൂബ് ഈക്വൽ ടു 1 ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് അതിനൊന്ന് ഫാക്ടറൈസ് ചെയ്താം. എക്സ് ക്യൂബ് -1 ഈക്വൽ ടു 0 എന്ന് എഴുതാം. ദാറ്റ് വിൽ ഇംപ്ലൈസ് എക്സ് ക്യൂബ് -1 എന്ന് എക്സ് -1 എന്നുള്ള ഫാക്ടർ പുറത്തെടുത്താൽ എക്സ് -1 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ഈക്വൽ ടു 0 എന്ന് എഴുതാം. എ ഇൻറ്റു ബി ഈക്വൽ ടു 0 വിൽ ഇംപ്ലൈസ് എ ഈക്വൽ ടു 0 ഓർ ബി ഈക്വൽ ടു 0. എല്ലായ്പ്പോഴും അങ്ങനെ ആവണമെന്നുണ്ടോ? ഓക്കെ,
So we have x minus 1 into x square plus x plus 1 is equal to 0. രണ്ട് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് 0 ആണ്. പോളിനോമിയൽസിന്റെ കേസിൽ അങ്ങനെ പ്രോഡക്റ്റ് 0 ആവണമെങ്കിൽ this will implies x minus 1 equal to 0 or x square plus x plus 1 equal to 0. x minus 1 0 ആണെന്ന് അസ്യൂം ചെയ്യാം. x minus 1 0 ആണെന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? x is equal to 1 കിട്ടും. x is equal to 1 ആവുന്ന സമയത്ത് അതിന്റെ മാട്രിക്സ് ഇക്വേഷൻ എന്താ വരിക? a equal to I എന്ന് വരും. ഓക്കെ, അപ്പൊ എന്ത് വരാൻ പറ്റൂല? therefore x minus 1 not equal to 0. x minus 1 not equal to 0 ആണ്. x minus 1 not equal to 0 ആണെങ്കിൽ പിന്നെ എന്തായാലും മസ്റ്റ് ആയിട്ട് എന്തായിരിക്കണം? therefore that will implies x minus 1 not equal to 0. therefore x square plus x plus 1 equal to 0. ഒരു 2/2 മാട്രിക്സിന്റെ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. ഇതിനെ നമ്മൾ കാരറ്റ്സ് പോളിനോമിയലുമായിട്ട് ട്രീറ്റ് ചെയ്യാം. chi a of x is equal to എന്തായിരുന്നു? x square minus trace of a into x plus determinant of a. അപ്പൊ അതുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ട്രേസ് എന്ത് വരും? ട്രേസ് മൈനസ് 1ഉം ഡിറ്റർമിനന്റ് 1ഉം വരും. ട്രേസ് മൈനസ് 1ഉം ഡിറ്റർമിനന്റ് 1ഉം വരുന്ന ഒരു 2/2 മാട്രിക്സ് കൺസ്ട്രക്ട് ചെയ്താൽ മതി. ട്രേസ് മൈനസ് 1 എന്ന് പറഞ്ഞാൽ 0യും മൈനസ് 1ഉം കൊടുത്തു എഴുതാം. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് -1 ഇവിടെയും 0 ഇവിടെയും കൊടുത്തു. തിരിച്ചിട്ട് കൊടുത്താലും കുഴപ്പമില്ല, എങ്ങനെ കൊടുത്താലും നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. -1ഉം 0യും ട്രേസ് -1 കിട്ടി. ഇനി ഡിറ്റർമിനന്റ് 1 കിട്ടണം. ഡിറ്റർമിനന്റ് 1 കിട്ടണമെങ്കിൽ ഇവിടെ പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ എന്തായാലും 0 തന്നെയല്ലേ വരുന്നത്. അപ്പൊ നേരത്തെ ചെയ്തതുപോലെ ഇവിടെ പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ 0 ആണ്. അപ്പൊ ഡിറ്റർമിനന്റ് 1 കിട്ടാൻ നമുക്ക് എന്താ മതി? ഒരു -1ഉം 1ഉം തന്നെ കൊടുത്താൽ പോരെ. അപ്പൊ ഈ ഒരു മാട്രിക്സ് എന്ത് സാറ്റിസ്ഫൈ ചെയ്യും? ട്രേസ് -1 ആയിരിക്കും, ഡിറ്റർമിനന്റ് 1 ആയിരിക്കും. അതിന്റെ അർത്ഥം ആ മാട്രിക്സിന്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എക്സ് സ്ക്വയർ മൈനസ് ട്രേസ് ഓഫ് എ ഇൻറ്റു എക്സ് പ്ലസ് ഡിറ്റർമിനന്റ് ഓഫ് എ ആയിക്കാരം. പിന്നെ ഒരു കെയ്ലി ഹാമിൽട്ടൺ തിയറം എന്ന് പറഞ്ഞിട്ട് ഒരു തിയറം പറയും. ഏതൊരു മാട്രിക്സും അതിന്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ സാറ്റിസ്ഫൈ ചെയ്യും. അതായത് മാട്രിക്സ് കൊടുത്താൽ 0 വരും. ദാറ്റ് മീൻസ് എ സ്ക്വയർ പ്ലസ് എ പ്ലസ് ഐ ഈക്വൽ ടു 0 വരും. എ സ്ക്വയർ പ്ലസ് എ പ്ലസ് ഐ 0 ആണെങ്കിൽ ഇയാൾ 0 ആകുന്നില്ല. അതിന് നമുക്ക് അവസാനം ഫൈനൽ കൺക്ലൂഷനിൽ നമ്മൾ ഇവിടെ ചെയ്തൊക്കെ തിരിച്ച് ഇങ്ങോട്ട് വരികയാണെങ്കിൽ എന്ത് കിട്ടും? ബി ക്യൂബ് ഈസ് ഈക്വൽ ടു എ സ്ക്വയർ എന്നാണ് ഞാൻ പറഞ്ഞത്. ബി സ്ക്വയർ പ്ലസ് ബി പ്ലസ് ഐ ഈസ് ഈക്വൽ ടു 0 വരും. അതിന് തിരിച്ച് ചെയ്യുന്ന സമയത്ത് ബി ക്യൂബ് ഈസ് ഈക്വൽ ടു ഐ വരും. സോ നമ്മൾ ബി എന്നുള്ള മാട്രിക്സും എ എന്നുള്ള മാട്രിക്സും ആർബിട്രറി ആയിട്ട് റാൻഡം എറർ വെച്ചിട്ട് ട്രയൽ ആൻഡ് എറർ വെച്ചിട്ട് കമ്പ്യൂട്ട് ചെയ്യുന്നതിന് പകരം നമുക്ക് മാട്രിക്സിന്റെ ഈ ഒരു പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് നമുക്ക് അത്തരം മാട്രിക്സുകൾ ക്രിയേറ്റ് ചെയ്യാം. സോ നമുക്ക് പലപ്പോഴും എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത്തരം ഫെമിലിയർ ആയിട്ടുള്ള റിസൾട്ടുകൾ വെച്ചിട്ടാണ് നമ്മൾ പലതിന്റെയും എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ ഗ്രൂപ്പ് തിയറി ആയിക്കോട്ടെ, അതേപോലെ ലീനിയർ ഓൾജിബ്രയിലെ മാട്രിക്സ് തിയറി ആയിക്കോട്ടെ, റിംഗ് തിയറി ആയിക്കോട്ടെ, ഇതൊക്കെ നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ള എക്സാമ്പിൾസ് വെച്ചിട്ടാണ് ക്രിയേറ്റ് ചെയ്യുക. സോ ഈ ഒരു ആൻസർ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഓൾറെഡി നമുക്ക് ഫെമിലിയർ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എഴുതി പോകാവുന്നതേ ഉള്ളൂ. ഞാൻ സ്കൂളിൽ പറയാത്തത് നമ്മൾ പറയാത്തൊരു കോൺസെപ്റ്റ് ആയതുകൊണ്ടാണ്. അതൊക്കെ നമ്മൾ 3/3, 4/4, n/n ഒക്കെ പറഞ്ഞു കഴിയുമ്പോഴേക്ക് മാട്രിക്സ് തിയറി ഒക്കെ പറഞ്ഞു കഴിയുമ്പോഴേക്ക് ഇത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു ഫോർമാറ്റിലാണ് ഞാൻ ആ എക്സാമ്പിൾസ് കൺസ്ട്രക്ട് ചെയ്തത്. റാൻഡം എറർ വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാതെ ഒരു ബുദ്ധിമുട്ട് വരുന്നതിന് ഇത്തരം റിസൾട്ടുകൾ നമുക്ക് ഉപയോഗപ്പെടുത്താം. ഓക്കെ, എ ഫൈനലി ജനറേറ്റഡ് സബ് ഗ്രൂപ്പ് G of additive group Q of rational numbers satisfies the condition. ഒരു ഫൈനലി ജനറേറ്റഡ് സബ് ഗ്രൂപ്പ് ഓഫ് G ആണ്. Q എന്നുള്ള സബ് ഗ്രൂപ്പിന്റെ, അതായത് ഫൈനലി ജനറേറ്റഡ് സബ് ഗ്രൂപ്പിനെയാണ് G എന്ന് വിളിച്ചത്. റാഷണൽ നമ്പേഴ്സിന്റെ ഒരു ഫൈനലി ജനറേറ്റഡ് സബ് ഗ്രൂപ്പ് സാറ്റിസ്ഫൈസ് ദ കണ്ടീഷൻ G is isomorphic to Q, G is trivial, G is cyclic, G is finite. ഓക്കെ, ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് Q അണ്ടർ അഡീഷൻ എന്നുള്ള ഗ്രൂപ്പാണ്. Q ഓഫ് റാഷണൽ നമ്പേഴ്സ് അഡിറ്റീവ് ഗ്രൂപ്പ് എന്ന് തന്നിട്ടുണ്ട്. അഡിറ്റീവ് ഗ്രൂപ്പ് Q ഓഫ് റാഷണൽ നമ്പേഴ്സ്, അതായത് Q അണ്ടർ അഡീഷൻ
ക്യൂ അണ്ടർ അഡീഷൻ എന്നുള്ള ഗ്രൂപ്പിന്റെ ഒരു സബ് ഗ്രൂപ്പാണ് ജി. ആ ഗ്രൂപ്പ് ഫൈനൈറ്റ്ലി ജനറേറ്റഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിലെ ഓരോ ഓപ്ഷൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഫൈനൈറ്റ്ലി ജനറേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? ഫൈനൈറ്റ് സെറ്റ് ഓഫ് എലമെന്റ്സ് വെച്ചിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റണം. ഫൈനൈറ്റ്ലി ജനറേറ്റഡ് എന്ന് പറഞ്ഞാൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് വെച്ചിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റണം. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ ഫൈനൈറ്റ്ലി ജനറേറ്റഡ് എന്ന് പറയാം. നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ട് ക്യൂ അണ്ടർ അഡീഷന്റെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് പറഞ്ഞു തരാൻ പറ്റുമോ വിച്ച് ഈസ് ഫൈനൈറ്റ്ലി ജനറേറ്റഡ്? അതായത് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഫൈനൈറ്റ്ലി ജനറേറ്റഡ് എന്ന് പറഞ്ഞാൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് വെച്ചിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റണം. അത് 1 ആവാം, 2 ആവാം, 3 ആവാം, എത്രയാവാം. ഏതെങ്കിലും ഒരു Z+ ഈസ് a subgroup of Q under plus and which is generated by the single element 1. അപ്പൊ Z എന്നുള്ളത് Q പ്ലസിന്റെ സബ് ഗ്രൂപ്പ് ആണ്. അത് ഫൈനൈറ്റ്ലി ജനറേറ്റഡ് ആണ്. അപ്പൊ നമുക്കൊരു പെർട്ടിക്കുലർ ആയിട്ട് ഒരു എക്സാമ്പിൾ കിട്ടി. ഫൈനൈറ്റ്ലി ജനറേറ്റഡ് ആകുന്ന Q പ്ലസിന്റെ ഒരു പെർട്ടിക്കുലർ എക്സാമ്പിൾ കിട്ടി. അപ്പൊ ഈ എക്സാമ്പിൾ ഏതൊക്കെ ഓപ്ഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നു നോക്കുക. G ഈസ് ഐസോമോർഫിക് ടു Q. Z നോട് ഐസോമോർഫിക് ആണോ? അല്ല. സോ ഫസ്റ്റ് ഓപ്ഷൻ എങ്ങനെ പറയാം? കട്ടായി പോയി. നമ്മളോട് ചോദിച്ചത് ക്യൂ അണ്ടർ അഡീഷൻ എന്നുള്ള ഗ്രൂപ്പ് സെഡ് അണ്ടർ അഡീഷൻ തന്നിട്ടുള്ള ഡാറ്റാസ് ജി എന്നുള്ളത് ഫൈനൈറ്റ് ബിലിയൻ ഗ്രൂപ്പ് ആണെന്ന് തന്നിട്ടുണ്ട്. ജി ഫൈനൈറ്റ് ആണ്, ബിലിയൻ ആണ്. എയും ബിയും ജിയിലുള്ള ആൾക്കാരാണ്. ഓർഡർ ഓഫ് എ ഈക്വൽ ടു എം ആണ്, ഓർഡർ ഓഫ് ബി ഈക്വൽ ടു എന്നും ആണ്. ഓക്കെ, എ ഫൈനൈറ്റ് ബിലിയൻ ഗ്രൂപ്പ് ആണ്, ഓർഡർ ഓഫ് എ എം ആണെന്ന് തന്നിട്ടുണ്ട്, ഓർഡർ ഓഫ് ബി എൻ ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓരോ ചോയ്സസ് ആണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. ഓർഡർ ഓഫ് എ ബി ഈക്വൽ ടു എം, LCM ഓഫ് എം കോമ എൻ, LCM ഓഫ് എം കോമ എൻ ആവുന്ന രൂപത്തിൽ ഒരാളെങ്കിലും എക്സിസ്റ്റ് ചെയ്യും. GCD ഓഫ് എം കോമ എൻ, അങ്ങനെ 4 ഓപ്ഷൻസ് ആണ് ഗിവൺ ആയിട്ടുള്ളത്. ഇത്തരം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ ഒന്നിക്കലോ റിസൾട്ടുകൾ, നമുക്ക് അറിയാവുന്ന റിസൾട്ടുകൾ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ഒരു റിസൾട്ട് നേരെ അപ്ലൈ ചെയ്തിട്ട് മൾട്ടിപ്പിൾ ചോയ്സ് ആകുമ്പോൾ നമുക്ക് അത് എലിമിനേറ്റ് ചെയ്യാം. റിസൾട്ടുകൾ നമ്മൾ പ്രൂവ് ചെയ്ത നമ്മുടെ കയ്യിലുള്ള റിസൾട്ടുകളാണെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പൊ നേരത്തെ നമ്മൾ ഒരു എക്സാം ചെയ്തതുപോലെ, അതായത് ഇപ്പൊ നമ്മൾ ഒരു ക്വസ്റ്റ്യനിൽ എന്താ പറയാ GL2R നമ്മൾ പെർട്ടിക്കുലർ എക്സാമ്പിളിലൂടെയാണ് പ്രൊസീഡ് ചെയ്തത്. ഒരു 3x3 മെട്രിക്സ് 2x2 മെട്രിക്സ് എടുത്തിട്ട് ഓർഡർ 3ഉം ഓർഡർ 4 ആവുന്ന ആൾക്കാർ. അതേപോലെ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്യൂ അണ്ടർ അഡീഷൻ എന്നുള്ളതിൽ ഞാൻ ഉത്തരം ഡിസ്കസ് ചെയ്തതിന് ശേഷമാണ് ഒരു റിസൾട്ട് പറഞ്ഞത് തന്നെ. എല്ലാ ഫൈനലി ജനറേറ്റഡ് ബിലിയൻ ഗ്രൂപ്പും ഫൈനലി ജനറേറ്റഡ് ഗ്രൂപ്പുകളും സബ് ഗ്രൂപ്പുകൾ ഓഫ് ക്യൂ അണ്ടർ അഡീഷന്റെ എല്ലാ ഫൈനലി ജനറേറ്റഡ് സബ് ഗ്രൂപ്പുകളും സൈക്ലിക് ആയിരിക്കും എന്നുള്ള റിസൾട്ട് നമ്മൾ പിന്നീടാണ് ഡിസ്കസ് ചെയ്തത് തന്നെ. പക്ഷേ ഫെമിലിയർ ആയിട്ട് നമുക്ക് അറിയാവുന്ന നോൺ എക്സാമ്പിൾസിലൂടെയാണ് നമ്മൾ അതിന്റെ ഓപ്ഷൻസ് കൺക്ലൂഡ് ചെയ്തത്. അപ്പൊ ഇവിടെ അതേപോലെ നമുക്ക് തന്നിട്ടുള്ളത് ഗ്രൂപ്പ് എന്താണെന്ന് തന്നിക്കണ്, ഫൈനൈറ്റ് ബിലിയൻ ഗ്രൂപ്പ് ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഏതൊരു ഫൈനൈറ്റ് ബിലിയൻ ഗ്രൂപ്പ് തന്നാലും ഫണ്ടമെന്റൽ തിയറം ഓഫ് ഫൈനലി ജനറേറ്റഡ് ഗ്രൂപ്പ്സ് വെച്ചിട്ട് അതിനെ ZP1 പവർ R1, Z2 പവർ R2 ക്രോസ് എക്സെട്ര ZN പവർ Rn എന്ന് എഴുതാം. ബാക്കിയുള്ള ടേം ബി നമ്പർ എന്തായിരിക്കും? ഗ്രൂപ്പ് ഫൈനൈറ്റ് ആയതുകൊണ്ട് ബെറ്റ് നമ്പർ 0 ആയിരിക്കും. അപ്പൊ ഇത്രയും ടേംസേ ഉണ്ടാവുള്ളൂ. അതിൽ തന്നെ ഫൈനൈറ്റ് എബിലിയനും ആണ് ഉണ്ടെങ്കിൽ അത് ഏതെങ്കിലുമൊക്കെ ZN-നോട് ഐസോമോർഫിക്. അപ്പൊ ആദ്യം നമ്മൾ ഇവിടെ നോക്കുക. ഇത് പറയുന്നതിനേക്കാളും എളുപ്പം നമുക്ക് സൈക്ലിക് ഗ്രൂപ്പ് പറയലാണ്. സൈക്ലിക് ഗ്രൂപ്പിന്റെ എക്സാമ്പിൾസ് വെച്ചിട്ട് നമുക്ക് ഒരു ഓപ്ഷൻ കൺക്ലൂഡ് ചെയ്യാൻ പറ്റും, ബാക്കി ഓപ്ഷൻസ് ഒക്കെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുകയും ചെയ്താൽ ദാറ്റ് ഈസ് ദ കൗണ്ടർ എക്സാമ്പിൾ ഫോർ അനദർ 3 ഓപ്ഷൻ എന്നുള്ള രൂപത്തിൽ ഓപ്ഷനെ പറ്റിയിട്ട് നമുക്ക് ആൻസർ കൺക്ലൂഡ് ചെയ്യാം. ഇനി ഇത് വെച്ചിട്ട് കൺക്ലൂഡ് ചെയ്യാൻ പറ്റാത്ത ഓപ്ഷൻസ് നമുക്ക് പിന്നീട് നമ്മൾ പോകേണ്ടത് ഇത്തരം കേസസിലേക്കാണ്. അപ്പൊ ഈ ഒരു കേസിലാണ് ഞാൻ
ഫൈനൈറ്റ് എബിലിയൻ ഗ്രൂപ്പ് ആയതുകൊണ്ട് ഫണ്ടമെന്റൽ തിയറം ഫൈനൈറ്റ്ലി ജനറേറ്റഡ് എബിലിയൻ ഗ്രൂപ്പ്സ് പ്രകാരം ഈ ഒരു രൂപത്തിൽ എഴുതാം. ഈ ഒരു രൂപത്തിൽ എഴുതിയാൽ ബെറ്റി നമ്പർ 0 ആയിരിക്കും. ഇതില് ഫൈനൈറ്റ് എബിലിയൻ ആണ്, സൈക്ലിക് ആണെന്നുണ്ടെങ്കിൽ Zn എന്നുള്ള രൂപത്തിൽ എഴുതാം ഫോർ എനി നമ്പർ n. അപ്പൊ ആദ്യം ഇവിടുന്ന് എക്സാമ്പിൾസ് തുടങ്ങുക. ഇവിടെ ഓപ്ഷൻസ് കൺക്ലൂഡ് ചെയ്യാൻ പറ്റാത്തത് ഇത് വെച്ചിട്ട് ചെയ്യാം. അതിൽ ഞാൻ പെർട്ടിക്കുലർ എക്സാമ്പിൾ ആയിട്ട് Z4 എന്നുള്ള ഗ്രൂപ്പ് ചൂസ് ചെയ്തു. ഫൈനൈറ്റ് ആണ്, എബിലിയൻ ആണ്. ഇനി നമുക്ക് എയും ബിയും Z4 എന്ന് ചൂസ് ചെയ്യണം. ഓർഡർ ഓഫ് എ എന്നുള്ളത് ഒരു നമ്പർ ആണ്, ഓർഡർ ഓഫ് ബി എന്നുള്ളത് ഒരു നമ്പർ ആണ്. ഞാൻ എ ആയിട്ട് 2 ബി ആയിട്ട് 2 ചൂസ് ചെയ്തു എന്ന് കരുതുക. എ ബിയും 2 ചൂസ് ചെയ്തു. നമുക്ക് എയും ബിയും ഡിസ്റ്റിങ്ക്റ്റ് എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. എ ഫൈനൈറ്റ് എബിലിയൻ ഗ്രൂപ്പ് ആൻഡ് എ കോമ ബി ബിലോങ്സ് ടു ജി എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഡിസ്റ്റിങ്ക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എയും ബിയും 2 ചൂസ് ചെയ്യാൻ പറ്റൂലായിരുന്നു. പക്ഷെ ഇവിടേക്ക് എയും ബിയും 2 ചൂസ് ചെയ്യുന്നതിൽ ഒരു പ്രശ്നമില്ല. എയും ബിയും 2 ചൂസ് ചെയ്താൽ വാട്ട് അബൌട്ട് ഓർഡർ ഓഫ് എ? ഓർഡർ ഓഫ് 2 Z4 എന്താ വരിക? 2. ഓർഡർ ഓഫ് ബി Z4 എന്താ വരിക? 2 എന്നല്ലേ? രണ്ടും സെയിം ആണ്. ഓർഡർ ഓഫ് എ ഈസ് ഈക്വൽ ടു 2, ഓർഡർ ഓഫ് ബി ഈക്വൽ ടു 2. ഇനി പ്രൊഡക്റ്റ് എലമെന്റ്സിന്റെ എ കോമ ബി എന്നല്ല, എ ഇൻറ്റു ബി എന്നാണ് നാലാമത്തെ ഓപ്ഷൻ. ജസ്റ്റ് എഴുതിയപ്പോൾ മിസ്റ്റേക്ക് വന്നാണ്. ഓപ്ഷൻസ് നോക്കുക. നാലാമത്തെ ഓപ്ഷൻ ഓർഡർ ഓഫ് എ ബി ആണ്. ഒന്നാമത്തെ ഓപ്ഷൻ ഓർഡർ ഓഫ് എ ബി ആണ്. രണ്ടാമത്തെ ഓപ്ഷനും ഓർഡർ ഓഫ് എ ബി ആണ്. അതായത് ഓർഡർ ഓഫ് എ ബിനെ പറ്റിയിട്ടാണ് ചോദിക്കുന്നത്. ഇവിടെ ഓർഡർ ഓഫ് എ ബി എന്ന് പറഞ്ഞാൽ എന്താ? ഓർഡർ ഓഫ് എ ബി എന്ന് പറഞ്ഞാൽ 2 into 2 ആണോ? ഓർഡർ ഓഫ് എ ബി എന്ന് പറഞ്ഞാൽ 2 into 2 ആണോ വരിക? റിപ്ലൈ പറയാരെങ്കിലും ശരിയാണോ അല്ലേ എന്ന് പറഞ്ഞാൽ മതി. ഓർഡർ ഓഫ് എ ബി ഈസ് ഈക്വൽ ടു ഓർഡർ ഓഫ് 2 into 2 എന്ന് എഴുതിയത് ശരിയാണോ? കാവ്യ, അല്ല ഞാൻ എഴുതിയത് ശരിയാണോ? ഓർഡർ ഓഫ് 2 into 2 എന്ന് എഴുതിയത് ശരിയാണോ? ഓർഡർ ഓഫ് 4 എന്ന് വരും. ഓർഡർ ഓഫ് 4 ഈസ് ഈക്വൽ ടു ഓർഡർ ഓഫ് 0 വിച്ച് ഈസ് ഈക്വൽ ടു 1. ഓക്കെ, ഈ എഴുതിയത് ശരിയാണ്. അതിൽ ഈ സ്റ്റേറ്റ്മെന്റ് ഞാൻ അണ്ടർലൈൻ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഓർഡർ ഓഫ് 2 into 2 ഫൗസ് ഫൗസ് ശ്രീലക്ഷ്മി ട്രൂ ആണോ? ഞാൻ എഴുതിയ ആർഗ്യുമെന്റ് ഓർഡർ ഓഫ് 2 into 2 എന്നുള്ളത്. ഇവിടെ എ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ എന്താ മീൻ ചെയ്യുന്നുണ്ടാവുക? ഓർഡർ ഓഫ് എ ബി എന്നുള്ളത് ഇവിടെ മീൻ ചെയ്യുന്നത് എന്താണ്? ഡോട്ടാവോ? അതന്നെയാണ് ഞാനും ചോദിക്കുന്നത്. ഡോട്ടാവോ? എനിവൺ? അപർണ? ഡോട്ട് അല്ല, അത് ജസ്റ്റ് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചതാണ്. അതായത് ചിലപ്പോൾ നമ്മൾ ഡോട്ട് അറിയാതെ ചെയ്തു പോകും. അത് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഓക്കെ, എ ബി എന്ന് പറഞ്ഞാൽ എയും ബിയും തമ്മിൽ ഗ്രൂപ്പിലെ ഓപ്പറേഷൻ ആണ്. അവിടെ എ സ്റ്റാർ ബി എന്നാണ് ശരിക്കും മീൻ ചെയ്യുന്നത്. അതിന് നമ്മൾ എ ബി എന്ന് എഴുതാറുള്ളൂ. ശ്രീലക്ഷ്മി ക്ലിയർ അല്ലേ? അപ്പൊ 2+2 ഇവിടെ എന്താ പറയാ, അസ്വാഭാവികമായിട്ടെന്ന് വേണമെങ്കിൽ പറയാം. 2 into 2 2 + 2 സെയിം ആയിട്ട് വന്നതാണ്. 2+2 അണ്ടർ അഡീഷൻ മോഡുള്ള 4, ഓർഡർ ഓഫ് 4 വരും. ഓർഡർ ഓഫ് 4 എന്ന് പറഞ്ഞാൽ Z4 0 ആണ്. ഓർഡർ ഓഫ് 0 1 വരും. ഇനി നമുക്ക് ഓരോ ഓപ്ഷൻസ് നോക്കാം. ഓർഡർ ഓഫ് എ 2 ആണ്, ഓർഡർ ഓഫ് ബി 2 ആണ്. ഓർഡർ ഓഫ് എ ബി എന്താ കിട്ടിയത്? 1. വാട്ട് അബൌട്ട് ഫസ്റ്റ് ഓപ്ഷൻ? ട്രൂ ആണോ? ഓർഡർ ഓഫ് എ ബി ഈസ് എം അല്ലല്ലോ.
ഓർഡർ ഓഫ് എം 2 ആയിരുന്നു, എ ബി കിട്ടിയത് 1 ആണ്. therefore this option is eliminated. Now what about order of a b? Order of a b, LCM of m, n. 20 20 LCM എന്താ വരിക? 2 അല്ലേ? ഹലോ, 2 ആണ്. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷനും എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി മൂന്നാമത്തെ ഓപ്ഷൻ there is an element of G whose order is LCM of m, n. ഈ ഓപ്ഷന് അത് വെച്ചിട്ട് കൺക്ലൂഡ് ചെയ്യാൻ പറ്റൂല. ഇനി നാലാമത്തെ ഓപ്ഷൻ ഓർഡർ ഓഫ് എ ബി is GCD of m, n. 20 20 GCD എന്താ? 2n അല്ലേ? GCD 2 ആണ്. അപ്പൊ ഈ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. ഓർഡർ ഓഫ് എ ബി is equal to GCD of m, n. 3 ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്തു. സ്വാഭാവികമായിട്ടും എന്ത് വരണം? ഒരു ഓപ്ഷൻ ട്രൂ ആയിട്ട് വരണം. ഇനി ഈ ഗ്രൂപ്പിൽ അത് ശരിയാണോ എന്ന് നോക്കാം. there is an element of G whose order is LCM of m, n. ഈ രണ്ട് എലമെന്റിന്റെ ഓർഡറിന്റെ LCM എന്താ? LCM of m, n എന്താ? 2 അല്ലേ? LCM of m, n 2 ആണ്. there is an element in G such that order of that element is LCM of m, LCM എന്നാണ് പറഞ്ഞത്. ആരായിട്ട് ചൂസ് ചെയ്താൽ മതി? ഗിവൺ എലമെന്റിനെ ചൂസ് ചെയ്താൽ പോരെ? ഗ്രൂപ്പിൽ ഒരാൾ ഉണ്ടാവണം. LCM of m. is there any relation with A and B? Z4ൽ 2 A എന്നുള്ളത് 2 ആണ്, B എന്നുള്ളത് 2 ആണ്. ഇവര് തമ്മിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടോ? ആരെങ്കിലും പെട്ടെന്ന് പറയും. ഒന്നിന്റെ ഇൻവേഴ്സ് ആണ് മറ്റൊന്ന്. ഏതൊരു ജനറൽ ഗ്രൂപ്പ് തന്നാലും ആ ഗ്രൂപ്പിൽ ഏതൊരു എലമെന്റിന്റെ ഇൻവേഴ്സ് അതിൽ എക്സിസ്റ്റ് ചെയ്യൂലേ? അപ്പൊ നമുക്ക് ലെറ്റ് G be an arbitrary group എന്ന് ചൂസ് ചെയ്യാം. let G be an arbitrary group. let A belongs to G such that order of A equal to m. G എന്നുള്ളത് ഒരു ഗ്രൂപ്പ് ആയതുകൊണ്ട് ആസ് G is a group, A inverse must belongs to G. choose B equal to A inverse. B എന്നുള്ളത് A inverse ആയിട്ട് ചൂസ് ചെയ്യാം. then order of B is order of A inverse. order of A യും order of A inverse തമ്മിൽ എന്തെങ്കിലും റിലേഷൻ? എൻ്റെയും A ഇൻവേഴ്സിന്റെയും ഓർഡർ എന്തായിരിക്കും? സെയിം ആയിരിക്കും. therefore order of A inverse is equal to m. okay, now order of A into B, that is order of A into B. generally നമ്മൾ A B എന്നാണ് എഴുതുന്നത്, A into B എന്നല്ല. order of A B is A B ആയിട്ട് നമ്മൾ ചൂസ് ചെയ്ത് ഇൻവേഴ്സ് ആണ്. എയും A ഇൻവേഴ്സും തമ്മിൽ ഓപ്പറേറ്റ് ചെയ്താൽ ഐഡന്റിറ്റി വരും. ഓർഡർ ഓഫ് E is 1. 1 എന്നുള്ളത് നോട്ട് ഈക്വൽ ടു ഫസ്റ്റ് ഓപ്ഷൻ. ഓർഡർ ഓഫ് എ ബി ഈസ് എം, LCM of mn, GCD of mn. ഇതിനൊന്നും ഈക്വൽ അല്ല എന്നുള്ളത് ഇത് വെച്ചിട്ട് എലിമിനേറ്റ് ഇത് കഴിയാം. അപ്പൊ നമ്മളൊരു ആർബിട്രറി ഗ്രൂപ്പ് എടുത്തിട്ട് തന്നെ നമുക്ക് 3 ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. therefore ഒരു ഓപ്ഷൻ ട്രൂ ആണെന്നുള്ളത് അവിടുന്ന് കൺക്ലൂഡ് ചെയ്യാം. ഇനി നേരത്തെ ഞാനൊരു സാധനം പറഞ്ഞിരുന്നു, Z+ വെച്ചിട്ട് 3 ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത സമയത്ത് നാലാമത്തെ ഓപ്ഷൻ ആയിട്ടുള്ള ആള് ജനറൽ കേസിൽ ട്രൂ ആണ്. ക്യൂ അണ്ടർ അഡീഷന്റെ ഏതൊരു ഫൈനലി ജനറേറ്റഡ് സബ് ഗ്രൂപ്പ് എടുത്താലും അയാൾ സൈക്ലിക് ആണെന്നുള്ളത് അത് യഥാർത്ഥത്തിൽ ആ ഓപ്ഷൻ വന്നുണ്ടായി വരുന്ന ഒരു റിസൾട്ട് ആണ്. അതേപോലെ ഇവിടെ നമുക്കൊരു ഓപ്ഷൻ വന്നുണ്ടായിട്ട് വരുന്ന റിസൾട്ട് ഉണ്ട്. ഏതൊരു ഗ്രൂപ്പ് തന്നാലും ആ ഗ്രൂപ്പിലെ രണ്ട് എലമെന്റ്സിന്റെ ഓർഡർ എമ്മും എന്നും ആകുന്ന രൂപത്തിൽ ചൂസ് ചെയ്താൽ നമുക്ക്
അത്തരം ഗ്രൂപ്പുകളിൽ എന്ത് കാണാൻ പറ്റും? there is an element of G whose order is LCM of n. ഏതൊരു ഗ്രൂപ്പ് തന്നാലും ഗ്രൂപ്പ് ഫൈനൈറ്റ് എബിലിയൻ ഗ്രൂപ്പ് ആയിരിക്കണം. ഏതൊരു ഫൈനൈറ്റ് എബിലിയൻ ഗ്രൂപ്പ് തന്നാലും രണ്ട് എലമെന്റ്സിന്റെ ഓർഡർ എമ്മും എന്നും ആണെന്ന് ഗിവൺ ആണെങ്കിൽ അവരുടെ LCM വരുന്ന രൂപത്തിൽ ഒരു എലമെന്റ് എന്തായാലും എക്സിസ്റ്റ് ചെയ്യും എന്നുള്ളത് ഒരു റിസൾട്ട് ആണ്. ആൻഡ് ദാറ്റ് റിസൾട്ട് ക്യാൻ ബി പ്രൂവ്. നമുക്ക് ആ റിസൾട്ട് പ്രൂവ് ചെയ്യാൻ പറ്റും. സോ റിസൾട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് നിങ്ങളോട് ഞാനിപ്പോൾ പറഞ്ഞ റിസൾട്ട് ഒന്നും കൂടി പറയാം. നമ്മൾ പറഞ്ഞ റിസൾട്ട് ഇവിടെ ഓക്കെ. നമ്മൾ പറഞ്ഞത് ഏതൊരു ഗ്രൂപ്പ് തന്നാലും ഏതൊരു ഫൈനൈറ്റ് എബിലിയൻ ഗ്രൂപ്പ് തന്നാലും ആ ഗ്രൂപ്പിൽ രണ്ട് എലമെന്റ്സിന്റെ ഓർഡർ എമ്മും എന്നും ആണെങ്കിൽ ആ എലമെന്റ്സിന്റെ ഓർഡർ LCM ആവുന്ന രൂപത്തിൽ ഒരു എലമെന്റ് എങ്കിലും എക്സിസ്റ്റ് ചെയ്യും. ഫോർ എനി എബിലിയൻ ഗ്രൂപ്പ്, എനി ഫൈനൈറ്റ് എബിലിയൻ ഗ്രൂപ്പ് whose order of elements are m and n, then there exists an element of order which is LCM of m, n. അതിന്റെ പ്രൂഫ് സെപ്പറേറ്റ് ആയിട്ട് സിമ്പിൾ ആയിട്ടുള്ള പ്രൂഫ് ആണെങ്കിൽ നമ്മൾ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ ആൻസർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു റിസൾട്ട് ആണ് let G be an abelian group with identity element 1. ഐഡന്റിറ്റി എലമെന്റ് ആയിട്ട് 1 എന്നുള്ളത് ചൂസ് ചെയ്തു എന്നേ ഉള്ളൂ. ഇ എന്നുള്ളതായിട്ട് എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. let A, B be elements of G with order m and n respectively. എമ്മും എന്നും ആണ് ഓർഡർ തന്നിട്ടുണ്ട്. if m and n are relatively prime, then order of AB is m into n. വേറൊരു റിസൾട്ടും കൂടിയാണ് ഇതിനോട് അസോസിയേറ്റ് ചെയ്തിട്ട് പറഞ്ഞത്. രണ്ട് എലമെന്റ്സിന്റെ ഓർഡർ ഗിവൺ ആണ്, അവ തമ്മിൽ റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ AB എന്നുള്ള എലമെന്റിന്റെ ഓർഡർ mn ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഓർഡർ ഓഫ് AB കാണാൻ നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു റിസൾട്ട് പറഞ്ഞു, എമ്മും എന്നും ആണെങ്കിൽ there is an element, ആ എലമെന്റ് AB ആയിട്ട് തന്നെയാണ് വരിക. AB ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. AB ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, AB whose order is LCM of m, n എന്ന് എഴുതാം. LCM of m, n ആണ് ഓർഡർ ഓഫ് AB എന്ന് അസ്യൂം ചെയ്യാം. അതായത് ഒരു എലമെന്റ് എക്സിസ്റ്റ് ചെയ്യും, ആ എലമെന്റ് AB ആകുന്നാണ് എൻ്റെ ഓർമ്മ. അതാണോ അല്ല എന്നുള്ളത് നമ്മൾ ആ പ്രൂഫ് പറയുന്ന സമയത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഇനി ഓർഡർ ഓഫ് AB LCM of m, n ആണെങ്കിൽ എമ്മും എന്നും തമ്മിൽ റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ നമുക്ക് ഈ നമ്പറിനെ ജസ്റ്റ് ഒന്ന് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് LCM of mn ഇൻറ്റു GCD of m, n എന്ന് എഴുതാം. എമ്മും എന്നും റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ LCM-ഉം GCD-യും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ, ഏത് രണ്ട് നമ്പേഴ്സിന്റെയും LCM-ഉം GCD-യും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ അത് എന്തിന് ഈക്വൽ ആയിരിക്കും? പ്രൊഡക്റ്റിന് ഈക്വൽ ആയിരിക്കും. ആ രണ്ട് നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റിന് ഈക്വൽ ആയിരിക്കും. അപ്പൊ ഓർഡർ ഓഫ് AB എന്നുള്ളത് LCM of m, n ഈക്വൽ ആയിരിക്കും. GCD 1 ആണ്, അതായത് എമ്മും എന്നും റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ GCD of mn എന്നുള്ളത് വെച്ചിട്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഓർഡർ ഓഫ് AB എന്നുള്ളത് mn ഈക്വൽ ആയിരിക്കും. സോ there exists an element which is whose order is LCM of m, n എന്ന് പറഞ്ഞത്, അത് എയും ബിയും എടുക്കുന്ന സമയത്ത് എമ്മും എന്നും റിലേറ്റീവ്ലി പ്രൈം ആയിട്ട് ചൂസ് ചെയ്യുകയാണെങ്കിൽ AB എന്നുള്ളത് തന്നെയാണ് ആ എലമെന്റ് ആയിട്ട് വരിക എന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ. അങ്ങനെയാണെങ്കിൽ ആ ഒരു റിസൾട്ടിന്റെ കൊറോളറി ആയിട്ട് നമുക്ക് ഈ ഒരു റിസൾട്ടും പറയാം. ഓക്കെ, ഇനി അതല്ലാന്നുണ്ടെങ്കിൽ Z11 ആണ് ഗ്രൂപ്പ് അല്ലെ? Z11 ആണ് ഗ്രൂപ്പ്. 11 എന്നുള്ളത് എന്താണ്? നമ്പർ നമുക്കറിയാം. Zn ഈസ് സൈക്ലിക്. Zn ഈസ് സൈക്ലിക്. എവറി ഗ്രൂപ്പ് ഓഫ് ഓർഡർ 11 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എവറി ഗ്രൂപ്പ് ഓഫ് ഓർഡർ 11 ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, എവറി ഗ്രൂപ്പ് ഓഫ് ഓർഡർ 11. അപ്പൊ നമുക്ക് GBA ഗ്രൂപ്പ് ഓഫ് ഓർഡർ 11 എടുത്തു. GBA ഗ്രൂപ്പ് ഓഫ് ഓർഡർ 11. നമുക്ക് Z11 വെച്ച് മാത്രം നമുക്ക് പറയാൻ പറ്റില്ല. Z11 ഈസ് ആൻ എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ ആണ്. അപ്പൊ Z11 വെച്ച് മാത്രം നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു ഗ്രൂപ്പ് G എടുത്തു. GBA ഗ്രൂപ്പ് ഓഫ് ഓർഡർ 11 ആണ്.
11 എന്നുള്ളത് എന്താണ്? 11 is a prime. And 11 is a prime. Okay. 11 is prime. അപ്പോൾ every group of order prime is cyclic. Every group of order prime is cyclic. ആ റിസൾട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് പറയാം? ഫസ്റ്റത്തെ ഗ്രൂപ്പ്, ഫസ്റ്റത്തെ ഓപ്ഷൻ ശരിയാണെന്ന് പറയാം. ഫസ്റ്റത്തെ ഓപ്ഷൻ എവറി ഗ്രൂപ്പ് ഓഫ് ഓർഡർ 11 ഈസ് സൈക്ലിക് എന്നായിരുന്നു. അപ്പോൾ ഓർഡർ ഫസ്റ്റത്തെ ഓപ്ഷൻ ട്രൂ ആണ്. ഓക്കെ. രണ്ടാമത്തെ ഓപ്ഷൻ അക്ഷയ് എങ്ങനെ ചെയ്തത് പറഞ്ഞ്? യെസ്, സ്ക്വയർ ഫ്രീ ആണ്, അബീലിയൻ ആണ് തന്നിട്ടുണ്ട് അല്ലേ? എവറി ഫൈനൈറ്റ് അബീലിയൻ ഗ്രൂപ്പ് സ്ക്വയർ ഫ്രീ ആണ്, അതുകൊണ്ട് അതെന്താണെന്ന് പറയാം? നമുക്ക് സൈക്ലിക് ആണെന്ന് പറയാം. ഓക്കെ, നമുക്ക് അത് പറയാം. ഓക്കെ, ജി എന്നുള്ളത് എന്താണ്? ഈസ് അബീലിയൻ, ഫൈനൈറ്റ് ആണ്. ജിയുടെ ഓർഡർ എന്താണ്? 111 അല്ലേ? 111 നമ്മൾ ഫാക്ടറൈസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 3 into 37 എന്ന് കിട്ടും. ഓക്കെ, അഡ്ജസ്റ്റ് ചെയ്തത് ഇങ്ങനെ ആയിരിക്കും അല്ലേ? ഓക്കെ. അപ്പൊ ജി അബീലിയൻ ആയതുകൊണ്ട് നമുക്ക് ഫണ്ടമെന്റൽ തിയറം ഓഫ് അബീലിയൻ ഗ്രൂപ്പ്സ് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? ജി ഈസ് ഐസോമോർഫിക് ടു Z3 ക്രോസ് Z37. ഓക്കെ, Z3 ക്രോസ് Z37 എന്ന് പറയാം. ആൻഡ് GCD ഓഫ് 3 and 37 ഈസ് 1. Hence, G is isomorphic to Z111. അത് തന്നെയാണ് സ്ക്വയർ ഫ്രീയുടെ ഇതും പറയുന്നുള്ളത്. രണ്ടും സെയിം തന്നെയാണ് ആൻസർ. ഓക്കെ, വേറൊരു ആ ഒരു ഇതിലൂടെ തന്നെ അപ്രോച്ച് ചെയ്യാണ് നമ്മൾ. ഓക്കെ, ഓക്കെ, സ്ക്വയർ ഫ്രീ നമുക്ക് ആ റിസൾട്ട് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് എന്ത് പറയാം. ഓക്കെ, ഇനി തേർഡ് എക്സാമ്പിൾ എന്താ പറയുന്നത്? മൂന്നാമത്തത് ഓർഡർ ഓഫ് ജി ഈസ് ഈക്വൽ ടു ദിസ്. ഓക്കെ, ഇതും എന്ത് തന്നെയാണ്? സ്ക്വയർ ഫ്രീ വെച്ചിട്ട് തന്നെ നമുക്ക് പറയാം. 11 into 101. അതെന്താണ്? സ്ക്വയർ ഫ്രീ തന്നെയാണ് അല്ലേ? സ്ക്വയർ ഫ്രീ. ഓക്കെ, ഹെൻസ് ജി ഈസ് സൈക്ലിക്. സോ നമ്മുടെ 3 ഓപ്ഷൻസും ട്രൂ ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മൂന്നാമത്തെയും ഓപ്ഷനിൽ നമ്മൾ അബീലിയൻ എന്നുള്ള കണ്ടീഷൻ ഒഴിവാക്കുകയാണെന്ന് വിചാരിക്കുക. എങ്കിൽ നമുക്ക് ആൻസർ ഇത് പറയാൻ പറ്റുമോ? ഏതൊക്കെയായിരിക്കും 2ഉം 3ഉം ട്രൂ ആണെന്ന് പറയാൻ പറ്റുമോ? നമുക്ക് രണ്ടും ട്രൂ ആണെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ഡിസ്കസ് ചെയ്യും, ആ റിസൾട്ടിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. എന്നാലും ഒന്ന് മെൻഷൻ ചെയ്യാണ്. ഓക്കെ, നമ്മൾ ആ റിസൾട്ടിനെ മെൻഷൻ ചെയ്യാണ്. If order of G is equal to PQ, where P and Q are primes, with P less than Q, and if P divides Q minus 1,
പി എന്നുള്ളത് ക്യൂ മൈനസ് വണ്ണിനെ ഡിവൈഡ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അപ് ടു ഐസോമോർഫിസം there are two groups. Up to isomorphism there are two groups. One is abelian and other is non-abelian. One is abelian and other is non-abelian. ആ ഒന്ന് അബീലിയൻ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, നമ്മളിപ്പോ പറഞ്ഞത് വെച്ചിട്ട് അത് സൈക്ലിക് ആണെന്ന് പറയാം. പി ക്യൂ ഓർഡറിൽ വരും, അത് എന്താന്ന് പറയാം, സൈക്ലിക് ആണെന്ന് പറയാം. അപ്പൊ ഇവിടെ 111 ഓർഡറിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഒരു അബീലിയൻ ഗ്രൂപ്പും പറയാൻ പറ്റും, അതായത് ഒരു സൈക്ലിക് ഗ്രൂപ്പും പറയാൻ പറ്റും, ഒരു നോൺ അബീലിയൻ ഗ്രൂപ്പും പറയാൻ പറ്റും. അപ്പൊ നോൺ അബീലിയൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, എല്ലാ സൈക്ലിക്കും അബീലിയൻ ആണ്. അബീലിയൻ അല്ലെങ്കിൽ അത് എന്താവില്ല, സൈക്ലിക് ആവില്ല. സോ നോട്ട് സൈക്ലിക്. നോൺ അബീലിയൻ ആയതുകൊണ്ട് അതെന്ത് പറയാം, നോട്ട് സൈക്ലിക് ആണെന്നും പറയാം. ഇവിടെ 3 into 37 എന്ന് എഴുതാം. ആൻഡ് 3 divides 37 minus 1. 3 divides 36. സോ നമുക്ക് ഇവിടെ എന്ത് പറയാം, ഒരു സൈക്ലിക് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും, ഒരു നോൺ അബീലിയൻ ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. നോൺ അബീലിയൻ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, നോട്ട് സൈക്ലിക് എന്നും പറയാം. മൂന്നാമത്തെ എക്സാമ്പിൾ നോക്കാം. മൂന്നാമത്തെ എക്സാമ്പിൾ എന്താ പറയുന്നത്, നമ്മൾ ഒന്ന് പറഞ്ഞു എന്താണ്, പി ഡിവൈഡ്സ് ക്യൂ മൈനസ് വൺ ആണെങ്കിലാണ് പറഞ്ഞത്. റിസൾട്ട് പറയുന്നത് ആൻഡ് ഇഫ് പി ഡസ് നോട്ട് ഡിവൈഡ്സ് ക്യൂ മൈനസ് വൺ, പി ഡസ് നോട്ട് ഡിവൈഡ്സ് ക്യൂ മൈനസ് വൺ ആണെങ്കിൽ അപ് ടു ഐസോമോർഫിസം there exists only one group. There is only one group and which is isomorphic to ZPQ. സോ നമുക്ക് എന്ത് പറയാം, പി ഡസ് നോട്ട് ഡിവൈഡ്സ് ക്യൂ മൈനസ് വൺ ആണ് എങ്കിൽ നമുക്ക് എന്ത് പറയാം, ഐസോമോർഫിക് ടു ZPQ ആയിരിക്കും. സോ ഇവിടെ 1111 എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാം, 11 into 101 എഴുതാം. ആൻഡ് 11 ഡസ് നോട്ട് ഡിവൈഡ്സ് 101 minus 1, that is 100. So this is isomorphic to, G is isomorphic to, okay, hence G is cyclic. അപ്പൊ നമ്മൾ അവിടെ അബീലിയൻ എന്നുള്ള കണ്ടീഷൻ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, സെക്കൻഡ് ഓപ്ഷൻ ഫാൾസ് ആണെന്ന് പറയാൻ പറ്റും, തേർഡ് ഓപ്ഷൻ ട്രൂ ആണെന്നും പറയാൻ പറ്റും. രണ്ട് റിസൾട്ട് ആണ് ഇത്. നമ്മൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സീറോ തിയറം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് പറയുന്നത്. ജസ്റ്റ് ഇവിടെ മെൻഷൻ ചെയ്തു എന്ന് മാത്രം. ഓക്കെ, അതായത് നമുക്ക് എന്തറിയാം, H സബ് ഗ്രൂപ്പ് ഓഫ് G ആണ് ആൻഡ് K is a subgroup of G. Okay, then and H intersection K is a subgroup of H. H subgroup ആണ്, K subgroup ആണെങ്കിൽ നമുക്ക് എന്താ പറയാം, H intersection K ഒരു subgroup ആണ് and H intersection K is a subgroup of H and H intersection K is a subgroup of K. Okay, H intersection K is a subgroup of K. ഇനി H ന്റെ ഓർഡർ എന്താണ്, 3 ആണ്. K യുടെ ഓർഡർ എന്താണ്, 5 ആണ്. അതുകൊണ്ട് ഓർഡർ ഓഫ് H intersection K divides 3 and by Lagrange theorem. Okay, order of H intersection K divides 3 and order of H intersection K divides 5. H intersection K യുടെ ഓർഡർ 3നെ ഡിവൈഡ് ചെയ്യണം, H intersection K യുടെ ഓർഡർ 5നെയും ഡിവൈഡ് ചെയ്യണം. ഓക്കെ, വിൽ ഇംപ്ലൈസ് അങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന നമ്പർ എന്തേ ഉണ്ടാവുള്ളൂ, ഓർഡർ ഓഫ് H intersection K ഈക്വൽ ടു 1. 3നെയും 5നെയും കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന
നമ്പർ ഏതേ ഉള്ളൂ? 1 മാത്രമേ ഉള്ളൂ. വിൽ ഇംപ്ലൈസ് H intersection K equal to identity. Singleton set E. Okay. ഓക്കെ, നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്തതിൻ്റെ ബാക്കിയാണ് നമ്മൾ പറയുന്നത്. ഈ പ്രൂവ് ചെയ്തതിൻ്റെ വേറൊരു രീതിയിൽ നമുക്ക് ഇങ്ങനെ ആ ഒരു ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, ലെറ്റ് എ ബിലോങ്സ് ടു എച്ച് ഇന്റർസെക്ഷൻ കെ ആൻഡ് എ നോട്ട് ഈക്വൽ ടു ഇ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, എ നോട്ട് ഈക്വൽ ടു എ ആയിട്ട് എ ബിലോങ്സ് ടു എച്ച് ഇന്റർസെക്ഷൻ കെയിൽ വേറൊരു എലമെന്റ് ഉണ്ടെന്ന് വിചാരിക്കാം. സോ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് എ ബിലോങ്സ് ടു എച്ച് എന്ന് എടുത്തു ആൻഡ് എ ബിലോങ്സ് ടു കെ എന്ന് കിട്ടും. എ ബിലോങ്സ് ടു എച്ച് ആണ്, എച്ചിന്റെ ഓർഡർ 3 ആണ് എങ്കിൽ നമുക്ക് ആൻഡ് എ നോട്ട് ഈക്വൽ ടു ഇ വിൽ ഇംപ്ലൈസ് ഓർഡർ ഓഫ് എ ഇസ് ഈക്വൽ ടു 3. ബിക്കോസ് എച്ചിന്റെ ഓർഡർ 3 ആണ്, എ പ്രൈം ആണ്. ഒരു പ്രൈം ഓർഡറിൽ ഒരു പ്രൈം ഓർഡറിലെ ഒരു ഗ്രൂപ്പിലെ നോൺ സീറോ എലമെന്റ്സിന്റെ ഒക്കെ ഓർഡർ എന്തായിരിക്കും? പ്രൈം തന്നെ ആയിരിക്കും. ഓക്കെ, ഒരു പ്രൈം ഓർഡറിലെ ഒരു ഗ്രൂപ്പിലെ നോൺ സീറോ എലമെന്റ്സിന്റെ എല്ലാ ഓർഡറും എന്തായിരിക്കും? നോൺ സീറോ എലമെന്റ്സ് ആയിട്ടുള്ള എല്ലാ എലമെന്റ്സിന്റെയും ഓർഡർ എന്തായിരിക്കും? പ്രൈം ആയിരിക്കും. സോ ഓർഡർ ഓഫ് എ ഇസ് ഈക്വൽ ടു 3. സോ നമുക്ക് എന്ത് കിട്ടും? ഓർഡർ ഓഫ് എ ഈക്വൽ ടു 3 കിട്ടി. നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? എ ബിലോങ്സ് ടു കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. വിൽ ഇംപ്ലൈസ് ഓർഡർ ഓഫ് എ ഡിവൈഡ്സ് order of k. Order of a divides order of k, which is equal to 5. It implies that 3 divides 5. A contradiction. A contradiction. 3 divides 5 എന്ന് കിട്ടും, which is a contradiction. എന്തെടുത്തപ്പോഴാണ് നമുക്ക് കോൺട്രഡിക്ഷൻ കിട്ടിയത്? an a belongs to h intersection k, a not equal to e ആയിട്ട് എടുത്തപ്പോൾ. This will implies that a equal to e. That is h intersection k is equal to singleton set e. Okay, h intersection k എന്ത് കിട്ടും? singleton set e ആണ്. So first statement is true. ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് വരാം. If G has exactly one element of order 2. G has exactly one element of order 2. ഒറ്റ എലമെന്റ് എന്തായിട്ടുള്ളൂ? ഓർഡർ 2 ആയിട്ടുള്ളൂ. Then this element belongs to center of G. ആ എലമെന്റ് ഏതിലുണ്ടാവും? സെന്റർ ഓഫ് ജിയിൽ ഉണ്ടായിരിക്കും. സോ നമുക്ക് എടുക്കാം, ലെറ്റ് എന്തെടുക്കുക, ഒരു ബി എന്നുള്ള എലമെന്റ് എടുത്തു. ലെറ്റ് ബി ബിലോങ്സ് ടു ജി ആൻഡ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇ. ബിയുടെ ഓർഡർ എന്താണ്? 2 ആണെന്ന് വിചാരിക്കാം. നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ബി ബിലോങ്സ് ടു സെന്റർ ഓഫ് ജി എന്ന് പ്രൂവ് ചെയ്യണം. ബി ബിലോങ്സ് ടു സെന്റർ ഓഫ് ജി എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുമോ നോക്കുക. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഒരു കൗണ്ടർ എക്സാമ്പിളിലേക്ക് പോവാം. ഓക്കെ, ബി ബിലോങ്സ് ടു സെന്റർ ഓഫ് ജി എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ ട്രൂ ആണെന്ന് പറയാം. ബി ബിലോങ്സ് ടു സെന്റർ ഓഫ് ജിയിൽ പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് തെളിയിക്കണം? ആണെന്നെങ്കിൽ നമുക്ക് എന്ത് തെളിയിക്കണം? ബി എ ഈക്വൽ ടു എ ബി ഫോർ എവറി എ ബിലോങ്സ് ടു ജി എന്ന് തെളിയിക്കണം. അതായത് ബി എന്നുള്ള എലമെന്റ് എയിലുള്ള ബാക്കി എല്ലാ എലമെന്റുമായിട്ടും കമ്മ്യൂട്ട് ചെയ്യുന്നത് തെളിയിക്കണം. ഇതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അതായത് ബി എന്നുള്ളത് എയിലുള്ള എല്ലാ എലമെന്റുമായിട്ടും എന്ത് ചെയ്യണം? കമ്മ്യൂട്ട് ചെയ്യുന്നത് പ്രൂവ് ചെയ്യണം. സോ നമ്മൾ എടുക്കാം, നമുക്ക് ഒരു എ ബിലോങ്സ് ടു ആർബിട്രറി ആയിട്ട് ഒരു എ ബിലോങ്സ് ടു ജി എടുത്തു. ഓക്കെ, ലെറ്റ് എ ബിലോങ്സ് ടു ജി. സോ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇതാണ്. ബി എ ഈക്വൽ ടു എ ബി എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുമോ നോക്കണം. ഓക്കെ, ലെറ്റ് എ ബിലോങ്സ് ടു ജി എടുത്തു. ദെൻ നമുക്ക് എന്ത് പറയാം? എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ഇ ആണെന്ന് പറയാം. എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ഇ. ഓക്കെ, എക്ക് എ ഇൻവേഴ്സ് ഉണ്ടായിരിക്കും ഗ്രൂപ്പ് ആയതുകൊണ്ട്. സോ എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ഇ. സിൻസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇ, നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? എ ബി ബി എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ഇ എന്ന് എഴുതാം. എ ബി ബി എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ഇ എന്ന് എഴുതാം. കാരണം ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇ ആണ്. സോ ദിസ് വിൽ ഇംപ്ലൈസ് എ ബി ബി എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ഇ. ഓക്കെ,
സോ ഇവിടുന്ന് നമുക്ക് എന്ത് പറയാം, ഇവിടെ ഞാൻ ഈ രണ്ട് ബിയുടെ ഇടയിൽ ഒരു എ ഇൻവേഴ്സ് ആഡ് ചെയ്യാണ്. ഓക്കെ, ഒരു എ ഇൻവേഴ്സ് എ ആഡ് ചെയ്യാണ്. സോ ദിസ് വിൽ ഇംപ്ലൈസ് എ ബി എ ഇൻവേഴ്സ് എ ബി എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എന്ന് ചെയ്തു. എ ബി എ ഇൻവേഴ്സ് എ ബി എ ഇൻവേഴ്സ് ഈക്വൽ ടു എന്ന് ചെയ്തു. വിൽ ഇംപ്ലൈസ്, ഇതിന്റെ അർത്ഥം എന്താ, ഈ രണ്ട് എലമെന്റും സെയിം ആണ്, എ ബി എ ഇൻവേഴ്സ് ആൻഡ് എ ബി എ ഇൻവേഴ്സ്. ഇതിന്റെ അർത്ഥം എന്താണ്, എ ബി എ ഇൻവേഴ്സ് ഹോൾ സ്ക്വയർ ഈക്വൽ ടു എന്ന് കിട്ടി. ഹോൾ സ്ക്വയർ ഈക്വൽ ടു എന്ന് കിട്ടി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്, ഈ ഗ്രൂപ്പിൽ എക്സാക്ട്ലി ഒരു എലമെന്റിന്റെ ഓർഡർ മാത്രമേ എന്നാ പറഞ്ഞത്. അതായത് ബിയുടെ ഓർഡർ മാത്രമാണ് 2. ഓക്കെ, ബിയുടെ ഓർഡർ മാത്രമാണ് 2. പക്ഷെ നമുക്ക് എന്ത് കിട്ടി, എ ബി എ ഇൻവേഴ്സിന്റെ ഓർഡറും 2 ആണെന്ന് കിട്ടി. എ ബി എ ഇൻവേഴ്സിന്റെ ഓർഡർ എന്താണെന്ന് കിട്ടി, 2 ആണെന്ന് കിട്ടി. സോ ഇവിടുന്ന് നമുക്ക് എന്ത് പറയാം, ഇവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും, എ ബി എ ഇൻവേഴ്സ് ഈക്വൽ ടു ബി ആണെന്ന് പറയാം. എ ബി എ ഇൻവേഴ്സ് ഈക്വൽ ടു ബി ആണെന്ന് പറയാം. നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്, എക്സാക്ട്ലി വൺ എലമെന്റിന്റെ ഓർഡർ മാത്രമാണ് എന്ത് 2 എന്ന് പറയുന്നത്. അപ്പോ നമുക്ക് ഇവിടെ എന്തും കൂടി കിട്ടി, എ ബി എ ഇൻവേഴ്സിന്റെ ഓർഡറും 2 ആണെന്ന് കിട്ടി. സോ നമുക്ക് എന്ത് പറയാം, എ ബി എ ഇൻവേഴ്സും ബിയും സെയിം ആണെന്ന് പറയാം. ദിസ് വിൽ ഇംപ്ലൈസ് ദാറ്റ് എ ബി ഈക്വൽ ടു ബി എ. എ ബി എന്തായിരിക്കും, ബി എനോട് ഈക്വൽ ആയിരിക്കും. സോ നമ്മുടെ ഒരു ആർബിട്രറി എലമെന്റ് എ ജി എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ ബി എന്ത് ചെയ്യുന്നുണ്ട്, ബി എന്നുള്ള എലമെന്റ് ആ എ എന്നുള്ള എലമെന്റിനോട് കമ്മ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇതാ എ ബി ഈക്വൽ ടു ബി എന്ന് കിട്ടി. ദിസ് വിൽ ഇംപ്ലൈസ് ദാറ്റ് ബി ബിലോങ്സ് ടു സെന്റർ ഓഫ് ജി. ദിസ് വിൽ ഇംപ്ലൈസ് ദാറ്റ് ബി ബിലോങ്സ് ടു സെന്റർ ഓഫ് ജി എന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് എന്താ കിട്ടിയത്, ഒരു ഗ്രൂപ്പിലെ എക്സാക്ട്ലി ഒരു എലമെന്റിന്റെ ഓർഡർ മാത്രമാണ് 2 എങ്കിൽ, ഒറ്റ എലമെന്റിന് ഓർഡർ 2 ആയിട്ടുള്ളൂ എങ്കിൽ നമുക്ക് എന്ത് പറയാം, ആ എലമെന്റ് എവിടെ ഉണ്ടായിരിക്കും, സെന്റർ ഓഫ് ജിയിൽ ഉണ്ടായിരിക്കും. ആ എലമെന്റ് സെന്റർ ഓഫ് ജിയിൽ ഉണ്ടായിരിക്കും. ഓക്കെ, ഇതാണ് ആ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, താങ്ക് യു.